ഈ കിടന്ന കിടത്തത്തിലുള്ള രോഗികളോ അവർ ഏത് സമയത്തും മരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ പരിസരത്ത് നല്ല വൃത്തി വേണോ. എന്നാലോ ഒന്നും കൂടി പറയട്ടെ, എന്നാൽ നല്ലൊരു ശതമാനം വീട്ടിലെ രോഗികള് അവരെത്രയോ കാലമായി കിടന്ന കിടത്തത്തിലാണ്. പക്ഷേ ഒരു സെക്കൻഡ് പോലും അവരുടെ പരിസരത്ത് നജസ് കാണൂല, മോശമായ മണം കാണുക അതെ അനുഭവിക്കൂല. എന്തേ കാരണം? ആ രോഗിയുടെ ഭർത്താവിന്റെ അതെ മകന്റെ ഭാര്യ അഥവാ അവരുടെ മരുമകൾ, അവൾ ഏതോ ഒരു വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നവളാണ്. പക്ഷേ ഭർത്താവിന്റെ ബാപ്പാനെ, കിടന്ന കിടത്തത്തിലുള്ള ബാപ്പാനെ നല്ലവണ്ണം നോക്കുന്നു, നജസിലെ കിടത്തൂല. അവളാണ് ഏറ്റവും നല്ല പെണ്ണ്. അങ്ങനെയുള്ള ഭാര്യമാരെ നന്നായി സ്നേഹിക്കണം ഭർത്താക്കന്മാർ. എന്താ കാരണം ചിലപ്പോ നിങ്ങളെ ബാപ്പാനെ നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് അവൾ പറഞ്ഞാൽ നിങ്ങൾ ബാപ്പാനെ നോക്കാൻ ഒരാളെ വെക്കേണ്ടി വരും. പക്ഷെ അതിനൊന്നും അവൾ ചാൻസ് തരാതെ നിങ്ങളെ ബാപ്പാനെ അവൾ നോക്കുന്നു, ഉമ്മാനെ നോക്കുന്നു, നജസിൽ നിന്ന് വൃത്തിയാക്കുന്നു. അത്രയും നല്ല ഭാര്യ. ആ ഭാര്യനെ സ്നേഹിക്കാതിരിക്കാൻ പാടില്ല, ആ ഭാര്യനെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. അതല്ലേ ഏറ്റവും നല്ല ഭർത്താവ്, അവനല്ലേ ഏറ്റവും നല്ല ഭർത്താവ്. എന്നാൽ ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ചിലപ്പോൾ നിനക്ക് സ്വർഗം ലഭിക്കുന്നത് ആ ഭർത്താവിന്റെ ബാപ്പാനെ ഖിദ്മത്ത് ചെയ്തതുകൊണ്ടായിരിക്കും. ഞാനിത് വെറുതെ പറയുകയല്ല. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ്? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണല്ലോ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ്? സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന് നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന സന്തോഷമില്ലേ, ആ സന്തോഷമാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ. വീട്ടിൽ രോഗിയായി കിടക്കുന്ന ഒരാള് അദ്ദേഹത്തെ നജസിൽ നിന്ന് വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തൊരു സന്തോഷമാണ്, എന്തൊരാഹ്ലാദമാണ്. ആ രോഗിക്ക് നിങ്ങൾ ഒരു സന്തോഷം ഇട്ട് കൊടുക്കുമ്പോൾ അത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമലാണ് കേട്ടോ. ഇത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒന്നും കൂടി നിങ്ങൾ നോക്കൂ, അവിടുന്ന് പറയാണ്, വല അൻ അംശിയ മഅ അഖിൻ ഫീ ആജതി അദാ ഫീ ആജതി അഖി, ഞാൻ എന്റെ വേറെ ഒരു സഹോദരന്റെ കൂടെ എന്റെ സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാനതാ ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിലും പള്ളിയിൽ ഒരു മാസക്കാലം ഇഴ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാനാ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഏതിനേക്കാളെന്നറിയുമോ? എന്റെ മദീനത്തെ പള്ളിയിൽ ഒരു മാസക്കാലം ഇഴ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സഹോദരിമാരോട് പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്ന അമൽ അത് നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മാക്ക് നിങ്ങൾ ചെയ്യുന്ന ഖിദ്മത്തായിരിക്കും, ഭർത്താവിന്റെ ബാപ്പാക്ക് നിങ്ങൾ ചെയ്യുന്ന ഖിദ്മത്തായിരിക്കും. അതുകൊണ്ടല്ലേ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉറക്കെ ചൊല്ലണം, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കാണുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു അൻഹു. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾക്ക് രോഗം ബാധിച്ചപ്പോൾ ആ മകളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളെ കൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മകളാണല്ലോ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യയല്ലേ, മകളെ കൂടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പോയില്ല. രോഗിയായ ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ ഉണ്ടായത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്ന ലക അജ്റ റജുലിൻ മിമ്മൻ ഷഹിദ ബദറ. നിങ്ങൾ ബദർ യുദ്ധത്തിൽ പോയില്ലെങ്കിലും ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ ഭാര്യയാകുന്ന രോഗിയെ ശുശ്രൂഷിക്കാൻ നിങ്ങൾ കൂടെ നിന്നത് കൊണ്ട് നിങ്ങൾക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, 313 ബദരീകളുടെ പേരിടുന്ന കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ രോഗിയെ ശുശ്രൂഷിക്കാൻ കൂടെ നിൽക്കുന്നതിന്റെ മഹത്വങ്ങൾ ആലോചിച്ച് നോക്ക്. ബദർ യുദ്ധത്തിന് പോകാതെ തന്നെ ബദരീങ്ങളിൽ പെടുത്തി സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പോരാ, സഹോദരിമാർ മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം കൂടി പറയാണ്. ഇബ്നു റജബ് തങ്ങളിലെ ത്വായിഫുൽ മആരിഫിൽ പഠിപ്പിച്ചൊരു സംഭവം. സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? ഏതൊരു യാത്ര പോകുമ്പോ കൂടെയുള്ള ആളുകളെ കൂടെ അദ്ദേഹം യാത്രക്ക് പോകും. ആ യാത്രക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു കണ്ടീഷൻ വെക്കാറുണ്ട്. എന്താണ് കണ്ടീഷൻ? ഞാൻ നിങ്ങളെ കൂടെ യാത്രക്ക് വരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ, ആ യാത്രയിലുടനീളം നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ നിങ്ങൾ എനിക്ക് അവസരം തരണം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ നിങ്ങൾ അവസരം തന്നാൽ നിങ്ങളെ കൂടെ ഞാൻ യാത്രയിൽ വരാം, അല്ലെങ്കിൽ ഞാൻ യാത്രക്കുണ്ടാകൂല. അങ്ങനെ കൂടെയുള്ള കൂട്ടുകാരും സ്നേഹജനങ്ങളും സമ്മതിക്കുകയാണ്. അവരെല്ലാം ഒന്നിച്ച് യാത്ര പോകുന്നു. ആ യാത്രയില് അതാ ഒരാള് അദ്ദേഹത്തിന്റെ വസ്ത്രം കഴുകുന്നു. അപ്പൊ ഈ വന്ന മഹാൻ, കൂടെ വന്ന മഹാൻ, ആ മഹാൻ പറയാണ്, ഇത് പറ്റൂല. എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? യാത്രയിൽ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ നിങ്ങൾ എനിക്ക് അവസരം തരണം എന്നല്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് വസ്ത്രം അലക്കാനും തിരുമ്പാനും കുപ്പായം കഴുകാൻ എനിക്ക് അവസരം തരണം. അങ്ങനെ കൂടെ പോയ യാത്രക്കാരുടെ കുപ്പായവും വസ്ത്രവും ഈ മഹാൻ അവിടുന്ന് കഴുകുന്നു, ഈ മഹാൻ അവിടുന്ന് വൃത്തിയാക്കുന്നു. ആ മഹാന്റെ പ്രത്യേകത നിങ്ങളൊന്ന് നോക്കൂ. അങ്ങനെ കൂടെ യാത്ര പോയ യാത്രക്കാരുടെ കുപ്പായം കഴുകി ആ സഹയാത്രികർക്ക് ഖിദ്മത്ത് ചെയ്ത ഈ നല്ലൊരു മനുഷ്യൻ, ആ നല്ല സ്വാലിഹീങ്ങളിൽപ്പെട്ട മനുഷ്യൻ വഫാത്തായപ്പോൾ കൂടെ നിന്ന ആളുകൾ അയാളുടെ കയ്യിലേക്ക് നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജനാസ കിടത്തിയിട്ടുണ്ട്. കയ്യിലേക്ക് നോക്കുമ്പോൾ എന്തൊരത്ഭുതമാണ്! ഫഇദാ ഫീഹാ മക്തൂബ്. ആ കയ്യിൽ ഒരു എഴുത്ത് കാണുന്നു. ഈ നല്ല മനുഷ്യന്റെ മയ്യിത്തിന്റെ കയ്യിൽ ഒരു എഴുത്ത് കാണുന്നു. എന്താണ് എഴുത്ത്? മിൻ അഹ്ലിൽ ജന്ന. ഈ മയ്യിത്ത് ഇതൊരു സാധാരണ മയ്യിത്തല്ല. മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽപ്പെട്ട മയ്യിത്താണ്. കയ്യിലുള്ള എഴുത്ത് അതായിരുന്നു. ഈ എഴുത്ത് കണ്ട കൂടെയുള്ള ആളുകൾ മെല്ലെ അതാ ഇങ്ങനെ ഒന്നിങ്ങനെ കൈകൊണ്ട് അതൊന്ന് തുടച്ചു നീക്കാൻ നോക്കുന്നു. അതൊരു പേന കൊണ്ട് എഴുതിയതാണോ, മഷി കൊണ്ട് എഴുതിയതാണോ, ഷായി കൊണ്ട് എഴുതിയതാണോ? എത്ര തുടച്ചു നീക്കാൻ നോക്കിയാലും ആ എഴുത്ത് മായുന്നില്ല, ആ എഴുത്ത് പോകുന്നില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് ഫഇദാ ഫീഹാ ഫഇദാ ഹിയ. ആ എഴുത്ത് ഒന്നും കൂടി ശ്രദ്ധിച്ചു
ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ എഴുത്തൊരു സാധാരണ എഴുത്തല്ല. ഫഇദാ ഹിയ കിതാബത്തും ബൈനൽ ജിൽദി വല്ലഹമി. ഈ തൊലിയുടെയും ഇറച്ചിയുടെയും ഇടയിലുള്ള എഴുത്താണ്, അഥവാ കൈയുടെ ഉള്ളിൽ കാണുന്ന എഴുത്താണ്. ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ ലത്വായിഫുൽ മആരിഫിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൈയുടെ ഉള്ളിലുള്ള എഴുത്താണ്. എന്താണ് ആ എഴുത്തിലുള്ളത്? ഈ മയ്യിത്ത് ഒരു സാധാരണ മയ്യിത്തല്ല. മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽപ്പെട്ട മയ്യിത്താണ് കേട്ടോ. എന്തിനാണ് ഉമ്മമാരെ ഞാൻ ഈ ചരിത്രം പറഞ്ഞത്? ഓ മറക്കപ്പുറത്തിരുന്ന് എന്റെ വാല് കേൾക്കുന്ന ഈമാനുള്ള സഹോദരിമാരെ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്? ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ വീട്ടിൽ ആ ഭർത്താവിന്റെ ഭാര്യയായി നിങ്ങൾ കഴിയുമ്പോ ചിലപ്പോൾ പെട്ടെന്ന് ആ ഭർത്താവിന്റെ ബാപ്പ രോഗബാധിതനായി, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മ രോഗബാധിതളായി, അവളോ അവരോ അങ്ങ് കിടത്തത്തിലായാൽ, അവർക്ക് നിങ്ങൾ ഖിദ്മത്ത് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു സമാധാനമുള്ള ജീവിതം നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ മാതാപിതാക്കൾക്ക്, ഭർത്താവിന്റെ ഉമ്മാക്കും ബാപ്പാക്കും നിങ്ങൾ ഖിദ്മത്ത് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാൽ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽ പെട്ടവരാകാൻ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഖിദ്മത്ത് എന്ന പ്രവർത്തനം സഹായകമാകുമെന്നതിൽ സംശയമില്ല കേട്ടോ. ഇത് സാന്ദർഭികമായി ഞാൻ എന്റെ ബാല് കേൾക്കുന്ന ഉമ്മമാരോടും സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തുകയാണ്.